ഇപ്പോൾ ഹരികൃഷ്ണൻ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കൂടി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഹരികൃഷ്ണൻ, ഇപ്പോൾ ഈ പോലീസ് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചിട്ട് വ്യക്തമാക്കുന്ന ഒരു കാര്യം, കഴക്കൂട്ടത്തുനിന്ന് തിരുവനന്തപുരം നഗരഭാഗത്തേക്കാണ് കുട്ടി പോയിട്ടുള്ളത്. അസം സ്വദേശിയാണ് ഈ കുട്ടി. അതുകൊണ്ട് ആ നിലയ്ക്ക് ട്രെയിനിലെങ്ങാനും അസമിലേക്ക് പോയിട്ടുണ്ടോ എന്നുള്ള സംശയമൊക്കെ ഉണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണവും പരിശോധനയും ഒക്കെ നടക്കുന്നുണ്ട്. ഈ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഷനിൽ പോലീസ് ഇതിനോടകം ഇതുമായി ബന്ധപ്പെട്ട് പരിശോധന, തിരച്ചിൽ നടത്തിയിട്ടുണ്ടോ? CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചിട്ടുണ്ടോ ഹരികൃഷ്ണൻ? ഉന്മേഷ്, ഇന്ന് ഈ വൈകിട്ട് ഈ വിവരം ഇവിടെ RPF, ഇവിടുത്തെ ചുമതലയുള്ള RPF ഉദ്യോഗസ്ഥർക്ക് തന്നെ വൈകിട്ട് തന്നെ ഈ വിവരം പാസ് ചെയ്തിരുന്നു എന്നുള്ളതാണ്. ഈ ഫോട്ടോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം ഒരു കുട്ടി കാണാതായിട്ടുണ്ട്, അത്തരത്തിലൊരു പരിശോധന നടത്തണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ആ സമയം മുതൽ ഇവിടെ പരിശോധന നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം എന്ന് പറയുന്നത് ഏതാണ്ട് 12 കിലോമീറ്റർ പരിശോധന, അതായത് കഴക്കൂട്ടം മുതൽ ഈ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ വരെയുള്ള ഇടങ്ങളിൽ 12 കിലോമീറ്റർ പരിശോധന നടത്തുന്നു എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ലഭിക്കുന്ന പ്രധാനപ്പെട്ട വിവരം. അതിൽ ഈ പറയുന്ന റെയിൽവേ സ്റ്റേഷൻ അടക്കമുള്ള ഇടങ്ങളിലെ CCTV ദൃശ്യങ്ങളും അതിൽ ശേഖരിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ ഈ കുട്ടി മിസ്സായി അല്ലെങ്കിൽ കാണാതായത് ഈ 4:55 ഈ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെടുന്ന 4:55 പുറപ്പെടുന്ന സിലിച്ചർ അരണോയി എക്സ്പ്രസ്, സിലിച്ചറിലേക്ക് പോകുന്ന ഗുവാഹട്ടിയിലേക്ക് പോകുന്ന ഈ അരണോയി എക്സ്പ്രസ്സിലാണ് എന്നൊരു സംശയം ഉണ്ടായിരുന്നു. അത് ഇവിടെ നിന്ന് 4:55 തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 4:55 എടുക്കുന്നൊരു ട്രെയിനാണ്. ഇവിടെ നിന്ന് 4ാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്നാണ് ആ ട്രെയിൻ എടുത്തിട്ടുള്ളത്. അതിൽ ഈ കുട്ടി കയറിയിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം പോലും പോലീസ് നേരത്തെ പ്രകടിപ്പിച്ചിരുന്നു. അതടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് പരിശോധിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ റെയിൽവേ സ്റ്റേഷനിലെ അതിലെ പ്ലാറ്റ്ഫോമിലെ അടക്കമുള്ള അവരുടെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. അത് മാത്രവുമല്ല മറ്റ് ആളുകളോടൊക്കെ ചോദിക്കുന്നുണ്ട്. ഫോട്ടോ കാണിച്ചിട്ടുള്ള പരിശോധനയൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, കുട്ടി ഈ ചാക്ക ഭാഗത്ത് അല്ലെങ്കിൽ ഈ നഗരത്തിൽ തന്നെ ഉണ്ട് എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് പോലീസ് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അതുമായി ബന്ധപ്പെട്ട CCTV ദൃശ്യങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെയാണ് ഇപ്പോൾ ശേഖരിക്കുന്നത് എന്നുള്ളതാണ്. പ്രത്യേകമായ പരിശോധന തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ ഇല്ലെങ്കിൽ പോലും ഈ RPFന് അവർ വിവരം കൈമാറിയിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള പരിശോധന ഓരോ ഷിഫ്റ്റിൽ വരുന്ന ഉദ്യോഗസ്ഥരും അത് നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. എല്ലാ പ്ലാറ്റ്ഫോമുകളിലും ഇത്തരത്തിൽ പരിശോധന നടത്തുന്നുണ്ട്. ഈ പ്ലാറ്റ്ഫോമിന് പുറത്തും ഇത്തരത്തിലുള്ളൊരു പരിശോധന നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതൊരു ഡെയിലി റൂട്ടീൻ്റെ ഭാഗമായി കൂടിയുള്ള ഒരു പരിശോധനയാണ് എന്നുള്ളതാണ്. ഏതായാലും വിവരം ഇവിടെ കൈമാറിയിട്ടുണ്ട്. ആ കുട്ടിയുടെ ഫോട്ടോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇങ്ങോട്ടേക്ക് മാറിയിട്ടുണ്ട്. അതനുസരിച്ചുള്ള പരിശോധന നടക്കുന്നുമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ വൈകിട്ട് ഇവിടെ നിന്ന് ട്രെയിൻ കയറി പോയതാണോ എന്നൊരു സംശയം, ആ സാധ്യത കൂടി ഈ പോലീസും RPFും ഒക്കെ തേടുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഈ പരിശോധന അത് കഴക്കൂട്ടം ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് എത്തുകയാണ്. തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിലും അതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു പരിശോധന, പോലീസിൻ്റെ കൂടി പരിശോധന ഉണ്ടാകും. ഏതായാലും RPFിൻ്റെ നേതൃത്വത്തിലുള്ളൊരു പരിശോധന ഓൾറെഡി ഇവിടെ നേരത്തെ തന്നെ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിലെങ്ങും ഇത്തരത്തിലൊരു കുട്ടിയെ, സാമ്യമുള്ള കുട്ടിയോ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു കുട്ടിയോ കണ്ടതായോ അല്ലെങ്കിൽ ഒരു സംശയമുള്ള ഒരു സാഹചര്യം പോലും നമുക്കിപ്പോൾ പറയാനായിട്ടില്ല. അത്തരത്തിൽ സ്ഥിരീകരിക്കാനായിട്ടുള്ള ഒരു വിവരവും ഇല്ല എന്നുള്ളതാണ്. ഏതായാലും ഈ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന്, അതായത് കുട്ടി ഈ ട്രെയിൻ കയറിയാണ് പോയതെങ്കിൽ അത്തരത്തിലൊരു സംശയമുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ സാധ്യമായ വഴികളും ഈ റെയിൽവേയുടെ സഹായത്തോടെ ഈ RPF അല്ലെങ്കിൽ പോലീസ് മറ്റുള്ളവരൊക്കെയും ഇത്തരത്തിലൊരു പരിശോധന ഇവിടെ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഉന്മേഷ്, ഹരികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന്. ഇപ്പോൾ അഖിൽ ഷഫീദ് അറിയിക്കുന്ന ഏറ്റവും പുതിയ വിവരം എന്ന് പറയുന്നത്, പോലീസ് ഇതുവരെ ശേഖരിച്ചിരിക്കുന്നത് 3 കിലോമീറ്റർ ദൂരത്തിലുള്ള CCTV ദൃശ്യങ്ങളാണ് എന്നാണ് ഇപ്പോൾ ഷഫീദ് റാവുത്തർ അറിയിക്കുന്നത്. കുട്ടി കഴക്കൂട്ടത്തെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം സഞ്ചരിച്ച പാതയിലെ 3 കിലോമീറ്റർ ദൂരത്തിലുള്ള CCTV ദൃശ്യങ്ങൾ പോലീസിന് ഇതിനോടകം ശേഖരിക്കാൻ കഴിഞ്ഞു എന്ന് ഷഫീദ് അറിയിക്കുന്നുണ്ട്. നേരത്തെ DCP സ്ഥിരീകരിച്ച ഒരു കാര്യം, ഉച്ചയ്ക്ക് 12 മണിവരെ കുട്ടി സഞ്ചരിച്ച CCTV ദൃശ്യങ്ങൾ തങ്ങളുടെ പക്കലുണ്ട് എന്ന് പോലീസ് അറിയിക്കുന്നുണ്ടായിരുന്നു. പ്രധാനപ്പെട്ട 3 CCTV ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്. ആ ദൃശ്യങ്ങൾ നമ്മളിപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ട്. കുട്ടി ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അത് സഹായകരമാകട്ടെ എന്നുള്ള രീതിയിലാണ്. കുട്ടിയെ കണ്ടെത്തിയാൽ അറിയിക്കണമെന്ന് കഴക്കൂട്ടം പോലീസ് അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. ആ നമ്പറും നമ്മളിപ്പോൾ സ്ക്രീനിൽ നൽകുന്നുണ്ട്. ഏതായാലും കഴക്കൂട്ടത്ത് നിന്ന് രാവിലെ 10:30 കാണാതായ 13 വയസ്സുകാരിക്ക് വേണ്ടി, അതിഥി തൊഴിലാളികളുടെ മകൾക്ക് വേണ്ടി ഇപ്പോൾ തിരച്ചിൽ, പരിശോധന ഊർജിതമായി പുരോഗമിക്കുകയാണ്. അസം സ്വദേശിയാണ് ഈ കുട്ടി. ട്രെയിനിൽ അസമിലേക്ക്
യാത്ര തിരിച്ചിട്ടുണ്ടോ എന്ന തരത്തിലൊക്കെ സംശയങ്ങൾ ഉയർന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ട്രെയിൻ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധനയൊക്കെ നടന്നതാണ്. ആ സമയത്താണ് കുട്ടിയെ കിട്ടി എന്നുള്ള തരത്തിൽ ഒരു റിപ്പോർട്ട് വന്നത്. പക്ഷേ പിന്നീട് പോലീസ് തന്നെ വ്യക്തമാക്കുന്നുണ്ട് അത് കുട്ടിയെ കിട്ടിയിട്ടില്ല. കുട്ടിക്കായുള്ള തിരച്ചിൽ പരിശോധന നടക്കുകയാണെന്ന് പോലീസ് തന്നെ പിന്നീട് അറിയിക്കുകയായിരുന്നു. ഒരു ട്രെയിനിൽ, അത് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അസമിലെ സിൽച്ചാറിലേക്ക് പുറപ്പെട്ട ഒരു ട്രെയിനാണ്. ആ ട്രെയിനിൽ കുട്ടിയുള്ളതായി സംശയം ഉണ്ടാകുന്നു. പാലക്കാട് ആ ട്രെയിൻ എത്തിയപ്പോൾ അതിൽ RPF സംഘത്തിൻ്റെ പരിശോധന നടന്നു. പക്ഷേ കുട്ടിയെ കണ്ടെത്താനായില്ല. RPF സംഘം ഇപ്പോഴും ആ ട്രെയിനിലുണ്ട്. അതിൽ പരിശോധന തുടരും തിരുപ്പൂർ എത്തുന്നതുവരെ എന്നുകൂടി RPF ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ഇപ്പോഴും തിരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു കുട്ടിക്കായി എന്നുള്ളതാണ്. ഒട്ടേറെ സംഭവങ്ങൾ സമാനമായ രീതിയിൽ നമ്മുടെ മുൻപിൽ ഉള്ളുണ്ട് എന്നതുകൊണ്ട് തന്നെ പോലീസ് വലിയ വ്യാപകമായ പരിശോധന തിരച്ചിലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴക്കൂട്ടം ഭാഗത്തു നിന്നാണ് കുട്ടിയെ കാണാതായത്. കുട്ടി സഹോദരങ്ങളുമായി വഴക്കിട്ടിരുന്നു. തൊട്ടു പിന്നാലെ മാതാവ് ശകാരിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന് പിന്നാലെയാണ് കുട്ടി വീട് വിട്ടിറങ്ങിയത് എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. അതിൻ്റെ അടിസ്ഥാനത്തിൽ പക്ഷെ പോലീസിലേക്ക് വിവരം എത്തുന്നതാകട്ടെ വൈകിട്ടോടെയാണ്. 10:30 കുട്ടി വീട്ടിൽ നിന്ന് പോയെങ്കിലും കുട്ടിയെ കാണാനില്ല എന്നുള്ള വിവരം, മിസ്സിംഗ് വിവരം പോലീസിനെ അറിയിക്കുന്നത് വൈകിട്ട് 4 മണിയോടെയാണ്. 4:30 ഇക്കാര്യത്തിൽ FIR ഇട്ടു എന്ന് DCP തന്നെ നേരത്തെ വിശദീകരിക്കുന്നുണ്ട്. തൊട്ടുപിന്നാലെ പോലീസ് അന്വേഷണം ആരംഭിക്കുന്നുണ്ട്. തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ തന്നെ കുട്ടിയുടെ വീട്ടിലെത്തി വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. തൊട്ടുപിന്നാലെ പോലീസ് പല സംഘങ്ങളായി തിരിഞ്ഞ് അന്വേഷണം ആരംഭിച്ചു. CCTV ദൃശ്യങ്ങളൊക്കെ ശേഖരിച്ചു. അത് പരിശോധിച്ചിട്ട് പോലീസ് ഇപ്പോൾ പറയുന്നത് കഴക്കൂട്ടത്ത് നിന്ന് തിരുവനന്തപുരം ഭാഗത്തേക്കാണ് കുട്ടി പോയിരിക്കുന്നത് എന്നുള്ളതാണ്. 3 കിലോമീറ്റർ ദൂരപരിധിയിലുള്ള CCTV ദൃശ്യങ്ങൾ പോലീസിന് ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കുട്ടി തിരുവനന്തപുരം ഭാഗത്തേക്കാണ് പോയത് എന്ന് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ചാക്ക ഭാഗത്തേക്ക് കുട്ടി പോയിട്ടുണ്ട് എന്നുള്ള ചാക്ക ഭാഗത്തേക്കാണ് കുട്ടി പോയത് എന്ന് പോലീസ് ഇപ്പോൾ പറയുന്നുണ്ട്. അങ്ങനെ അവിടം വരെയുള്ള ദൃശ്യങ്ങൾ ശേഖരിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ട്. അത് 3 കിലോമീറ്റർ ദൂരത്തിലുള്ള CCTV ദൃശ്യങ്ങളാണ്. അവിടെ നിന്ന് കുട്ടി എവിടേക്ക് പോയി എന്നുള്ളത് പോലീസിന് ഇനി അറിയേണ്ടതുണ്ട്. ആ CCTV ദൃശ്യങ്ങൾ പോലീസ് ഇപ്പോൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് കുട്ടി എത്തിയിട്ടുണ്ടോ എന്നുള്ള തരത്തിലൊക്കെ സംശയങ്ങൾ ഉയരുന്നുണ്ട്. അങ്ങനെ ആ നിലയ്ക്കും ഒരു ഭാഗത്ത് അന്വേഷണം നടക്കുന്നുണ്ട്. കുട്ടി ട്രെയിനിൽ അസമിലേക്ക് പോയിട്ടുണ്ടോ എന്നുള്ള സംശയം ഒരു ഭാഗത്തുണ്ട്. അങ്ങനെ പല നിലയ്ക്ക് പല രീതിയിൽ ഇപ്പോൾ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അസം സ്വദേശികളുടെ 13 വയസ്സുകാരിയായ മകളെ ഇന്ന് രാവിലെ 10:30 കാണാതായത്. ഇപ്പോൾ വ്യാപക തിരച്ചിൽ നടക്കുകയാണ് കുട്ടിക്ക് വേണ്ടി. കുട്ടിയെ രാവിലെ 10:30 കാണാതായത്. അതായത് ഇപ്പോൾ നിരവധി മണിക്കൂറുകൾ പിന്നിടുന്നു. കുട്ടി എവിടെയുണ്ട് എന്നത് കൃത്യമായി സ്ഥിരീകരിക്കാൻ കഴിയുന്നില്ല. കുട്ടിയുടെ ചിത്രങ്ങൾ വ്യാപകമായി പോലീസ് ഇപ്പോൾ ഷെയർ ചെയ്യുന്നുണ്ട്. കുട്ടിയെ കണ്ടെത്തുന്നവർ വിവരം അറിയിക്കണം എന്ന് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട്. അതിനായി ഒരു നമ്പറും നൽകിയിട്ടുണ്ട്. ആ നമ്പർ ഇപ്പോൾ പ്രേക്ഷകർക്ക് സ്ക്രീനിൽ കാണാൻ കഴിയും. നേരത്തെ കുട്ടിയെ കണ്ടതായി ഒരു യുവതി പോലീസിനെ വിളിച്ച് അറിയിച്ചിരുന്നു. അത് ആക്കുളം ഭാഗത്ത് കുട്ടിയെ കണ്ടു എന്നുള്ള തരത്തിലായിരുന്നു. പക്ഷേ പോലീസ് പറയുന്നുണ്ട് അങ്ങനെ ആക്കുളം ഭാഗത്തേക്ക് കുട്ടി എത്താനുള്ള സാധ്യതയില്ല എന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. പക്ഷേ ആ നിലയ്ക്കും അന്വേഷണം ഒരു പക്ഷേ നടക്കുന്നുണ്ടായിരിക്കും. ആ യുവതിയോട് നമ്മൾ സംസാരിച്ചിരുന്നു. 24-നോട് ആ യുവതി സംസാരിച്ചിരുന്നു. അപ്പോൾ ആ യുവതി പറയുന്നുണ്ട് തനിക്കൊരു 75% മാത്രമേ ഇക്കാര്യത്തിൽ ഉറപ്പുള്ളൂ. അത് കുട്ടിയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു 75% മാത്രമേ ഉറപ്പുള്ളൂ എന്നുകൂടി പറഞ്ഞുകൊണ്ടാണ് യുവതി സംസാരിച്ചത്. ഏതായാലും താൻ ആ വിവരം കൺട്രോൾ റൂമിലേക്ക് കൈമാറിയിട്ടുണ്ട് എന്ന് യുവതി പറയുകയുണ്ടായി. ഏതായാലും ഒരുപക്ഷെ പോലീസ് ആ നിലയ്ക്ക് കൂടി ഇപ്പോൾ പരിശോധന അന്വേഷണം നടത്തുന്നുണ്ടായിരിക്കും. ഏതായാലും ഇപ്പോൾ കുട്ടിക്കായുള്ള തിരച്ചിൽ വ്യാപകമായി തന്നെ നടക്കുന്നുണ്ട്. നേരത്തെ സിറ്റി പോലീസ് കമ്മീഷണർ തന്നെ കഴക്കൂട്ടത്ത് പോലീസ് സ്റ്റേഷനിൽ എത്തിയിരുന്നു. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഒരു 12 മണിയോടെയാണ് അവിടെ നിന്ന് DCP തന്നെ മടങ്ങിയത്. 12 മണിവരെ, ഉച്ചയ്ക്ക് 12 മണിവരെയുള്ള CCTV ദൃശ്യങ്ങൾ തങ്ങൾ ശേഖരിച്ചു എന്നുകൂടി അദ്ദേഹം അറിയിക്കുകയുണ്ടായി. പുതിയ വിവരങ്ങൾ കിട്ടുന്ന മുറയ്ക്ക് അത് അപ്ഡേറ്റ് ചെയ്യാം എന്ന് പറഞ്ഞാണ് അദ്ദേഹം അവിടെ നിന്ന് മടങ്ങിയത്. ഏതായാലും പോലീസ് ഇപ്പോൾ പല സംഘങ്ങളായി തിരിഞ്ഞ് അവരുടെ പരിശോധന തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഷഫീദ് റാവുത്തർ വിവരങ്ങൾ വച്ചിരുന്നുണ്ട്. ഷഫീദ്, പുതിയ എന്തെങ്കിലും വിവരങ്ങളുണ്ടോ?
ഉന്മേഷ, ഇതുവരെ പോലീസ് പരിശോധിച്ചിട്ടുള്ളത് 3 കിലോമീറ്റർ ദൂരപരിധിയിലുള്ള CCTV ദൃശ്യങ്ങളാണ്. ഇപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ മറ്റ് സ്ഥലങ്ങളിലേക്ക്, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ CCTV ലഭിച്ച സ്ഥലത്താണ് നമ്മൾ ഉള്ളത്. അവിടെ നിന്ന് അടുത്ത സ്ഥലത്തേക്ക് പോലീസ് നീങ്ങുകയാണ്. ഇപ്പോൾ ACP അടക്കമുള്ള ആളുകൾ, നമുക്ക് നാട്ടുകാരടക്കമുള്ള ആളുകളോടൊപ്പം ചേർന്നുകൊണ്ട് അദ്ദേഹം ചില പരിശോധനകളടക്കം നടത്തുന്നതാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്ന കാര്യം. ഏതായാലും വളരെ നിർണായകമാണ് ഈ മണിക്കൂറുകൾ. അതിനും അപ്പുറത്തേക്ക് ലഭിക്കുന്ന ഓരോ CCTV ദൃശ്യങ്ങൾക്കും അത്രയധികം പ്രാധാന്യമുണ്ട്. കാരണം ഈ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കും ഇനി ഈ കുട്ടി എങ്ങോട്ടേക്ക് പോയി, എങ്ങോട്ട് വരെ എത്തി എന്നുള്ള കാര്യത്തിൽ ഒരു ധാരണ ഉണ്ടാവുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഈ പോലീസ് സംഘങ്ങളുടെ കൂടിയാലോചനകൾ ഈ കഴക്കൂട്ടം നഗരം മുതൽ ആ ചുറ്റുപാട് ആ ഭാഗത്ത് പലയിടത്തും നമുക്ക് കാണാം. ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഈ കഴക്കൂട്ടം ടൗൺ, അതായത് കഴക്കൂട്ടം ടൗണിൽ നിന്ന് തിരുവനന്തപുരം നഗരഭാഗത്തേക്ക് തിരിയുന്ന പ്രധാനപ്പെട്ട ഒരു സ്ഥലമുണ്ട്. അവിടെ വരെ ഇപ്പോൾ ഈ CCTV ദൃശ്യങ്ങൾ ശേഖരിക്കാൻ പോലീസിന് കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ അവിടെ നിന്ന് കുട്ടി എങ്ങോട്ടേക്ക് പോയി, തൊട്ടടുത്ത് നിന്ന് ഇപ്പോൾ ഒരു CCTV ദൃശ്യം ലഭിച്ചിട്ടില്ല. അപ്പോൾ ഓരോ സ്ഥലം കേന്ദ്രീകരിച്ചുകൊണ്ടും ഓരോ പോയിന്റുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുമുള്ള പരിശോധനയും അന്വേഷണവും തിരച്ചിലും ഒക്കെ ഇപ്പോൾ ഊർജിതമായി നടക്കുന്നു എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. ഏതായാലും കഴക്കൂട്ടം അസിസ്റ്റന്റ് കമ്മീഷണർ അടക്കമുള്ള ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് പരിശോധന നടത്തുന്നുണ്ട്. മറ്റ് ഉന്നത ഉദ്യോഗസ്ഥർ ഈ സംഭവ സ്ഥലത്തേക്ക് എത്തിച്ച തിരച്ചിലുകളും പരിശോധനയും ഒക്കെ നടക്കുന്നുണ്ട്. ഒരു CCTV ദൃശ്യം കൂടി ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ചു എന്നുള്ള വിവരം നമുക്ക് പുറത്തു വരുന്നുണ്ട്. 10:43 അവസാനത്തെ CCTV ദൃശ്യം നമുക്ക് ലഭിച്ചത്. 12 മണിയുള്ള CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം പോലീസ് തന്നെ ഇപ്പോൾ സ്ഥിരീകരിക്കുന്നുണ്ട്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും ചില കൂടിയാലോചനകളിലും അപ്പുറത്തേക്ക് ലഭിച്ചിരിക്കുന്ന CCTV ദൃശ്യങ്ങളിൽ നിന്ന് കുട്ടി ഏതൊക്കെ ഭാഗത്തേക്ക് ടേൺ ചെയ്യാൻ സാധ്യതയുണ്ട്, ഇതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഈ ഏറ്റവും അവസാനം ലഭിച്ച CCTV ദൃശ്യം അത് ഈ കഴക്കൂട്ടം പോലീസ് സ്റ്റേഷൻ തൊട്ടിപ്പുറത്താണെങ്കിൽ ഇപ്പോൾ കുറച്ചുകൂടി ഇപ്പുറത്തേക്ക് മാറി ഒരു CCTV ദൃശ്യം കിട്ടിയിട്ടുണ്ട്. ഇവിടെ പ്രവർത്തിക്കുന്ന കടകളെല്ലാം, അവിടെ എല്ലാം ആളുകളെ വിളിച്ചുണർത്തിക്കൊണ്ട് അവരിൽ നിന്ന് കടയൊക്കെ തുറപ്പിച്ചുകൊണ്ട് CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്നതാണ് നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ സുപ്രധാനമായിട്ടുള്ള ചില ആക്ടുകളിലേക്ക് പോലീസ് കടക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം.